ഇത് നാട്ടിൽ നിന്ന് വന്ന കൂട്ടുകാരാ. ഇത് അരവിന്ദൻ, ഇത് ചന്തു. എടാ അന്യജാതിക്കാരെ ഇവിടെ കൊണ്ടു മുട്ടുകുത്തിക്ക് ഇതെന്താ ധ്യാന കേന്ദ്രമാണോ? അല്ല, അത് ഇളയപ്പം പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ കൂടെ കൂടിയതാ ഒരു കമ്പനിക്ക്. കമ്പനിക്ക് ഇക്കണക്കിന് ഞാൻ ഭാര്യയായിട്ട് കട്ടിലിൽ കിടക്കുമ്പോ അമ്മ കൂടെ കയറി കിടക്കുമല്ലോ കമ്പനിക്ക്. ഈ ഇളയപ്പന്റെ ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നുമല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചിരിച്ച് ചാവും. അണിയടാ ആടാ. നീ എന്താ പറഞ്ഞേ? അവരിവിടെ താമസിക്കുമെന്നോ? എവിടെ? ഇളയപ്പം മറച്ചൊന്നും പറയരുത്. നാട്ടിൽ അവരെന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ. കുറച്ചു ദിവസം അവരെ താമസിപ്പിച്ചേ പറ്റൂ. പക്ഷെ വെറുതെ താമസിപ്പിക്കണ്ട, വേറെ വല്ല ജോലിയും കൊടുത്തേക്കാം. അത് ശരി, താമസിപ്പിച്ചാൽ മാത്രം പോരാ, ജോലിയും കൊടുക്കണം. കഴിഞ്ഞ 6 മാസം പാടുപെട്ടിട്ട് എനിക്ക് തന്നെ ഒരു കോൺട്രാക്ട് ഒത്തു കിട്ടിയത്. കടം വീട്ടാൻ തന്നെ ഈ പണി പോരാ. ഇതിനിടയ്ക്ക് യവന്മാർക്ക് എവിടുന്ന് ശമ്പളം എടുത്ത് കൊടുക്കും ഞാൻ? അതിന് ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ശമ്പളം ഇല്ലാത്ത ജോലിയാ ഞാൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. ശമ്പളം ഇല്ലാത്ത ജോലിയാ? അതെ, അപ്രന്റീസ് ട്രെയിനികൾ അങ്ങനെ എടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ എവിടെയും നിയമമില്ല. ആണോ? എങ്കിൽ ഇവിടെയുള്ള മുഴുവൻ പണിക്കാരെ അപ്രന്റീസ് ആക്കാനുള്ള ജോലി അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. ഇപ്പോ ഇവരെ പണിക്ക് നിർത്തണോ വേണ്ടയോ അത് പറ. അങ്ങനെയാണ് അവർ നിന്നോട്ടെ. പിന്നൊരു കാര്യം, ശമ്പളം വേണേ കൊടുക്കാതിരിക്കാം. പിന്നെ ഭക്ഷണം അതെനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഭക്ഷണം ഇളപ്പം കൊടുക്കണ്ട, അവരെടുത്ത് കഴിച്ചോളൂ. എടുത്ത് കഴിച്ചോളൂ. എവിടുന്ന്? എന്റെ ഇളയപ്പ, നാളെ നമ്മൾ മുഴുവൻ പണിക്കാരെ കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകല്ലേ? അതെ. പിന്നെ അവരുടെ വകയല്ലേ ഭക്ഷണവും താമസമൊക്കെ? അതെ. പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് ഇളയപ്പൻ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? നീ സംസാരിക്ക. ഓക്കെ, ഇളയപ്പ സമ്മതിച്ചു. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ പെയിന്റ് പണിക്കാരാണ്. അപ്രന്റീസ്. അപ്രന്റീസ് അത്രേ പറ്റൂ. അല്ല, കൂടുതലൊന്നും ചോദിക്കണ്ട. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ നമ്മൾ ഈ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. അറിയോട്ട മുട്ടം ഇതാൻ ബ്രേക്കാ. ഉനക്ക് யாரையா டைம் கட்டி கொடுத்தது? சோம்பேறி. கோனத்தும் भाई உங்கள இல்ல, हम पेंटिंग आते हैं. കൊട്ടാരം പെയിന്റിംഗ്. ഓ, പെയിന്റിംഗ്. പോകാം. ബ്രേക്ക് പോട്. തുടങ്ങിക്കോ. ഇത് കൊട്ടാരമാണ്. ഇവിടെ ഉള്ളവരൊക്കെ തമ്പുരാക്കന്മാരാ. പന്നി. അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായി എന്റെ ചീട്ട് കയറും. അതുകൊണ്ട് ഒച്ചയും ബഹളവും ഉണ്ടാക്കാണ്ട് സാധനങ്ങൾ ഒരു ഭാഗത്ത് ഇറക്കി വെക്ക്. ഒച്ച വെക്കരുതേ. നമ്മളെന്തിനാ പേടിച്ച് ഓച്ചാനിച്ചക്ക് പണിക്ക് നിൽക്കുന്നത്? നമുക്കൊന്ന് പോയാലോ? ഏയ്, നമ്മൾ 2, 3, 4, 5 ദിവസം താമസിക്കുന്ന വാക്ക് കൊടുത്ത്. നമ്മൾ 2, 3, 4, 5 ദിവസം നിൽക്കാന്നൊന്നും വാക്ക് പറഞ്ഞിട്ടില്ല. മാക്സിമം 2 days. അത് കഴിഞ്ഞാലേ നമ്മളങ്ങ് പോവും. ഇന്നിവിടെ ഉത്സാഹം. ഉത്സാഹം? പള്ളിപ്പെരുന്നാൾ കൂടെ അമ്പലത്തിലുണ്ടാവുമല്ലോ ഉത്സാഹം. ഉത്സവം? ഇത് ഉത്സവം പള്ളിപ്പെരുന്നാളൊന്നും അല്ലടാ. ഡൽഹി പഠിക്കാൻ പോയി ഇവിടുത്തെ തമ്പുരാട്ടി പെൺകുറിച്ച് വരുന്ന. ഇതാണോ ഡൽഹിയിൽ പഠിക്കാൻ പോയി പെൺകൊച്ച്? ചെറുപ്പത്തിലെ പോയതായിരിക്കും. ഇപ്പോഴായിരിക്കും പഠിച്ചു കഴിഞ്ഞത്. ചന്തു, നീ പറഞ്ഞ പോലെ നമുക്കിവിടെ 1 മാസം കൂടി നിന്നാലോ? ലളിതമായി. അപ്പിക്കുട്ടി, യാത്രയ്ക്ക് സുഖമായിരുന്നോ? ഡൽഹിയിൽ നിന്ന് ഇവിടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഘോഷയാത്രയായിരുന്നു വേണ്ടാത്തത്. വേണ്ടാത്തതോ? ഈ കൊട്ടാരത്തിലേക്ക് ആര് വന്നാലും മുടക്കാത്ത ചടങ്ങായത്. അതെ, ആ ചടങ്ങില്ലാണ്ട് ഇവിടുത്തെ ഏക അവകാശി പപ്പിക്കുട്ടിയെ വരവേൽക്കാൻ സമ്മതിക്കുവോ? കുട്ടിയുടെ മാധവമാമ പറഞ്ഞ പോലെ മാധവമാമ എന്തിയെ? ഈ ലേഖനം പ്രകടനമൊക്കെ ഏർപ്പാടാക്കിയിട്ട് ആളെവിടെ പോയി? അകത്ത് മാനേജർ സുന്ദരേശനുമായിട്ട് തിരക്കിട്ട ആലോചനയില്ല. കല്യാണ ലക്ഷ്യത്തിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ.
വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. അയ്യേ, എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾ പണിസാരനാ രാജാവേ. രാജാവോ? ഇവനേതാണ് ഈ കാട്ട് ബ്രാൻഡ്? അയ്യോ, ഇവനെന്റെ പണിക്കാരനാണ് തമ്പുരാനെ. നിന്റെ ഈ പഞ്ചസാധനങ്ങളൊക്കെ കൊണ്ട് നിർത്താനുള്ള സ്ഥലമാണോ ഇത്?